ഒരു പ്രൊഡക്ഷൻ ഹെഡ് സംസാരിക്കേണ്ട രീതിയിൽ മാന്യമായി അവരെന്താണ് വൈകുന്നതെന്ന് ചോദിച്ചിരുന്നെങ്കിൽ അതിനുള്ള ഉത്തരം തനിക്ക് കിട്ടിയേനെ. പിന്നെ പാർവതിയും പ്രിയനും ഇനി ജോലിക്ക് വരില്ല. അവർ ലീവ് എടുത്തു. ഞാൻ അതറിയിക്കാനാ വന്നത്. എന്ത് പറ്റി സർ? അവരെന്താ വരാത്തെ? ഇന്ന് രാവിലെ പ്രിയന്റെ അമ്മ മാർക്കറ്റിൽ പോകുന്ന വഴിക്ക് ആരും അവരുടെ ചെയിൻ പൊട്ടിച്ചോടി. പ്രിയന്റെ അമ്മയ്ക്ക് തലയിൽ സാരമായ പരുക്കുണ്ട്. പാർവതിയാണ് കൃത്യസമയത്ത് അവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഞാനിപ്പോ അങ്ങോട്ടാ പോകുന്നത്. ഞങ്ങളും വന്നോട്ടെ സർ. ശരി സാറേ, പ്രിയന്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ ഇവരെ ഇവിടുന്ന് ഇങ്ങോട്ടും വിടാൻ പറ്റില്ല. ഞാനതിന് തന്റെ അനുവാദം ചോദിച്ചില്ലല്ലോ. ഈ കാര്യത്തിലേ എന്റെ അനുവാദം ചോദിച്ചേ പറ്റൂ സാറേ. ഈ ഇടയ്ക്ക് സാറിന്റെ പിറന്നാളെന്നും പറഞ്ഞ് കമ്പനി ഒരു ദിവസം ലീവ് കൊടുത്തു. ഇങ്ങനെ ഓരോരോ കാരണം പറഞ്ഞ് കമ്പനിയുടെ ജോലി മുടക്കിയ ഓർഡറുകളെല്ലാം കൃത്യസമയത്ത് എങ്ങനെ കൊടുക്കാനാ ഞാൻ? സ്പീക്കർ സാറേ നേരിട്ട് വിളിച്ചെന്ന അർജന്റ് ഓർഡർ ഉണ്ട്. അത് തീർത്തു കൊടുക്കേണ്ടതേ എന്റെ ഉത്തരവാദിത്ത. ഒന്നെങ്കിൽ സാർ ഒറ്റയ്ക്ക് പോകണം, അല്ലെങ്കിൽ സ്പീക്കർ സാറിനോട് പറഞ്ഞ് ഇന്ന് കമ്പനിക്ക് ലീവ് കൊടുക്കണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചെന്ന് പ്രിയന്റെ അമ്മയെ കാണാലോ. ആശുപത്രി പോയിട്ട് തിരിച്ചു വരാൻ കൂടിപ്പോയാൽ 2 മണിക്കൂറല്ലേ എടുക്കൂ. ഇവര് 3 പേര് അത്രയും നേരം മാറിയതെന്ന് കരുതി കമ്പനിക്ക് എന്ത് നഷ്ടം വരാനാ? അതൊക്കെ സ്പീക്കർ സാറിനെ ബോധിപ്പിച്ചാണ്. ശരി, ഞാൻ ഡാഡിയെ വിളിച്ച് സംസാരിക്കാം. വേണ്ട സർ, ഞങ്ങൾക്ക് വേണ്ടി PKR സാറിനോട് സംസാരിച്ച് വെറുതെ ഒരു തർക്കം ഉണ്ടാക്കണ്ട. ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. സാറ് പൊയ്ക്കോളൂ, ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ആശുപത്രിയിലേക്ക് പൊയ്ക്കോളാം. അതെ സർ, പ്രിയന് സാറിന്റെ സഹായമാണ് കൂടുതൽ വേണ്ടത്. ഓക്കെ. ജോലി ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം നോക്കി നിന്നോളും. പോയി പണിയെടുക്കാൻ എല്ലാവരും. നിന്നെക്കാളും വലിയ MP ഞാൻ കണ്ടണ്ടാ. ഒന്ന് പോട ചക്ക. ഈ കരുണാകരനോടാ നിന്റെയൊക്കെ കളി. സിസ്റ്റർ, അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല, ബോധം തെളിഞ്ഞിട്ടില്ല. അല്ല, അവരുടെ വീട്ടിൽ അറിയിച്ചോ? അമ്മയുടെ മകൻ വന്നോണ്ടിരിക്ക. ദേ, ഈ ലിസ്റ്റിലുള്ള മരുന്നുകളെല്ലാം ഫാർമസിയിൽ നിന്ന് വാങ്ങണം. അതെവിടെയാ സിസ്റ്റർ? 1ാമത്തെ നിലയില. ICUലേക്കെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ അവർ വേഗം മരുന്നെടുത്ത് തരും. ശരി സിസ്റ്റർ. സിസ്റ്റർ, വൈഫിന് നല്ല പനിയുണ്ട്. ഡോക്ടറെ ഒന്ന് കാണണം. എന്താ പേഷ്യന്റെ പേര്? സ്വാതി. ഡോക്ടർ ഇപ്പോൾ റൗണ്ട്സിൽ പോയിരിക്കുക. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ, ഡോക്ടർ എത്തിയ ഉടനെ വിളിക്കാം. ചെറിയൊരു പനിക്ക് ഇത്രയും വലിയ ആശുപത്രി വരേണ്ട കാര്യം ഉണ്ടായിരുന്നു സ്വാതി. ഇവിടെ നല്ല ചെലവാകും. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? നമ്മുടെ വീടിന്റെ അടുത്തുള്ള സർക്കാർ ക്ലിനിക്കിൽ പോയാൽ പോരെ? ചികിത്സയിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവൂല. എനിക്ക് ചെറിയ ക്ലിനിക്കിലൊന്നും പോയി ശീലമില്ല. ചെറിയ അസുഖം വന്നാലും എന്റെ അച്ഛനെ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവരുള്ളത്. നിനക്ക് വേണ്ടി എന്റെ ശീലങ്ങളൊന്നും എനിക്ക് മാറ്റാൻ പറ്റില്ല. അതിനിപ്പോ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ദേഷ്യം വരാതെ പിന്നെ എന്നെ ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള കഴിവുമില്ല. എന്നിട്ട് കാശിന്റെ കണക്ക് പറയാൻ നിനക്ക് നാണമില്ലേ? അച്ഛൻ പറയുന്നത് കേട്ട് നടന്നിരുന്നെങ്കിൽ വീട്ടിൽ സുഖമായി കഴിയേണ്ട ഞാനാ. മരുന്ന് വാങ്ങാൻ പോലും കഷ്ടപ്പെടുന്ന നിന്നെ കല്യാണം കഴിച്ച് ബുദ്ധിമുട്ടുന്നത് എല്ലാം എന്റെ വിധിയാ. ശോഭ എന്ന പേഷ്യന്റിന്റെ ഫയലാ. പോലീസ് ചോദിച്ചാൽ കൊടുത്താ മതി. എന്താടി പോലീസിലേക്ക് അറിയിക്കുന്നേ? ഒരു മാലമോഷണ കേസാ. ബൈക്കിൽ വന്ന ആരോ ആണ് ആ സ്ത്രീയെ ആക്രമിച്ചത്.
മാല പോയാൽ പോട്ടേന്ന് വെക്കാം, വേറെ വാങ്ങിച്ചാ പോരെ. പക്ഷെ ജീവൻ പോയാലോ? തല ഇടിച്ച് വീണതുകൊണ്ട് പേഷ്യന്റ് കുറച്ച് സീരിയസാ.